ഹായ് ഗായ്സ്, വെൽക്കം ടു വീണ്ടും എഗെയിൻ നമ്മുടെ ഒരു വ്ളോഗ്. കൊല്ലം കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ, മലയ്ക്ക് പോകാനെടുക്കുക വ്ളോഗ്. ഇത് ചാർജ് ഉണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആക്കും, ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്കത്തില്ല. കംപ്ലീറ്റ് ആക്കും. എൻ്റെ മാതാജി എന്നെ വിടാൻ വേണ്ടി രാവിലെ എണ്ണിച്ച്. സമയം എന്താ മാതാജി ഇപ്പോൾ? 3:30. എൻ്റെ ഗ്രഹനാഥ വെല്ലപ്പുളം കാണുന്ന ഇതാണ് വിളക്ക് കത്തിക്കുന്നത്. കണ്ടോ, വീഡിയോയിൽ നമുക്ക് കാണാം. ഇത് നിങ്ങൾക്ക് ഇനിയും കാണുമെങ്കിൽ എൻ്റെ വ്ളോഗ് എടുത്ത് നോക്കിയാൽ എൻ്റെ ചേച്ചി വിളക്കൊക്കെ കത്തിക്കും. വീണ്ടും കാണിച്ചു തരാം. അയ്യോ കണ്ടോ, എൻ്റെ ചേച്ചി തന്നെയാണ് രാവിലെയൊക്കെ എണ്ണിച്ച്. അതായത് എൻ്റെ ചേച്ചിയുടെ സമയം, ഇത് സൈക്കിളിനെതിരാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അപൂർവ നിമിഷങ്ങൾ. ഈ വർഷത്തിന് ഈ ദിവസമേ ഉള്ളൂ. ഇനി അടുത്ത വർഷം ഇങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത വർഷം ഞാൻ വരാം. സോ എല്ലാവരും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചാൽ. ഇപ്പം എന്തായാലും ഞാൻ വണ്ടിയെ കയറി കിടന്ന് സുഖമായിട്ട് ഇറങ്ങും. രാവിലെ അവിടെ ചെങ്ങന്നൂരമ്പലത്തിൽ ചെല്ലണം, ആറന്മുള അമ്പലത്തിൽ നിന്ന് കെട്ടുമുറുക്ക്. എന്നിട്ട് പേട്ടതുള്ളം കണ്ടാണ്. പേട്ടതുള്ളുണ്ടെങ്കിൽ അതും കാണിച്ചു തരാം. അല്ലേ, പേട്ടതുള്ളില്ലേ? എനിക്കറിയൂടെ, എല്ലാവരും പറയാതൊക്കെ ഉണ്ട്. അതുകൊണ്ടെങ്കിൽ അതും കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ പുലികളുടെ ഇടയിലൂടെ റോക്കി ബൈ ഡോണിനെ പോലെ മല കയറും അയ്യപ്പൻ്റെ അടുത്ത് വിട്ടിട്ട്. അപ്പം ഇറങ്ങുമ്പോൾ അമ്മ വരുന്നേക്ക് നിങ്ങൾ നീ അവിടെ എത്തണം. അടുത്തിട്ട് കാണിച്ചു തരാം. ഇതൊരു പുതിയ കിട്ടും കേട്ടോ, പുതിയ അയ്യപ്പൻ്റെ പടം കിട്ടും. അപ്പം ടാറ്റ. നമ്മൾ ആഫ്റ്റർ കുറച്ച് നേരത്തിന് ശേഷം അമ്പലപ്പുഴ എത്തി. സോ അമ്പലപ്പുഴ അമ്പലത്തിൽ തൊഴിലിട്ട് ഇവിടെ ചക്കുളം എന്ന് പറയുന്നൊരു അമ്പലമുണ്ട്. ചക്കുളത്തും തൊഴിലിട്ട് ചെങ്ങന്നൂർ. അവിടെ ബാക്കി എൻ്റെ എല്ലാവരും വരും. സോ അവിടെ ചെന്ന് കാണിച്ചു തരാം. ഇതിലെല്ലാം സാധനമൊക്കെ ഉണ്ട് അവിടെ. സോ ഇതൊക്കെ മേടിച്ചു. അമ്പലത്തിലെത്തി. തൊഴിലിട്ട് ഇറങ്ങിയിട്ട് വരാം. ഓക്കെ, നമ്മളിപ്പം പോകുമ്പോഴും അവിടുന്ന് എറണാകുളത്ത് നിന്ന് വരുമ്പം ഇവിടെയും ചക്കുളത്തൊക്കെ കയറി തൊഴുതിട്ട് നമ്മൾ കെട്ടുറക്കാൻ പോകത്തുള്ളൂ. സോ അങ്ങനെ കെട്ടുറക്കാൻ പോകും. രാവിലെ തൊഴാമെന്ന് കുറേ അമ്മമാരൊക്കെ ഉണ്ട്. തൊഴുതിട്ട് വരാം. തൊഴുതു അമ്പലപ്പുഴയിൽ തൊഴുതു. ഇപ്പം പ്രസാദം കിട്ടാനുണ്ട്. നിപ്പേത്തി അത് മേടിച്ചിട്ട് പോകണം. ഓക്കെ, ഇവിടെ അമ്പലപ്പുഴയൊക്കെ ഉണ്ട്. അവിടെ കുറേ സ്വാമിമാരും ഉണ്ട്. ഓക്കെ, വെയിറ്റ് ആക്കാം. ഇതോ അവിടെ തൊഴാനുണ്ട്. ഇതോ കണ്ട അമ്പലപ്പുഴ അമ്പലം. കൃഷ്ണ. സോ ഗായ്സ്, നമ്മൾ തൊഴുതു. ഇനി പ്രസാദത്തിന് വേണ്ടി വെയിറ്റിങ്. ചുറ്റുമെല്ലാം തൊഴുതു. സോ അത് കഴിഞ്ഞാൽ പ്രസാദം കിട്ടും. അത് കഴിഞ്ഞിട്ട് വരാം. കഴിഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ അടുത്ത സ്റ്റോപ്പിൽ കാണിച്ചു തരും. സോ ഗൈസ്, എല്ലാം തൊഴുതു കഴിഞ്ഞു. വെണ്ണം കിട്ടി, പ്രസാദം കിട്ടി. അപ്പം ബൈ ബൈ. അണ്ടിൽ നെക്സ്റ്റ് കയറണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതുവരെ ഞാൻ കഴിക്കണം. ബോൺ അപ്പറ്റിറ്റ്. അങ്ങനെ കണ്ടല്ലേ കാർത്തിക് സൂര്യ പറഞ്ഞേ, ബോൺ അപ്പറ്റിറ്റ്. ഓ, ഇവിടെ മറ്റേ നന്ദഗോവിന്ദം വന്നല്ലേ, വരും 15-ന്. മറ്റേ നന്ദഗോവിന്ദ ഭജൻസിൽ അവരിവിടെ പാടാൻ വരുന്നുണ്ട് 15-ാം തീയതി. സോ എൻ്റെ അമ്പലപ്പുഴയുള്ള സബ്സ്ക്രൈബേഴ്സ് അറിഞ്ഞിട്ടില്ലെങ്കിൽ നന്ദഗോവിന്ദക്കാർ വരുന്നുണ്ട്. വന്ന് കാണുക, സന്തോഷിക്കുക. ഓക്കെ, ബായ്. സോ ഗായ്സ്, നമ്മളെത്തി. പക്ഷെ നമ്മൾ ചക്കുളത്ത് കയറിയില്ല, സമയക്കുറവ് നമ്മളത്. സോ ഇനി ഇവിടെ തൊഴുതിട്ട് ഇപ്പം എൻ്റെ ടീംസൊക്കെ വരും. അപ്പോഴത്തേക്ക് അവിടെ തൊഴുത് വന്നിട്ട് പോകും. പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ കുറേ സ്വാമിമാരൊക്കെ ഓൾറെഡി ഉണ്ട്. നമ്മുടെ ടീംസ് മാത്രം എത്തിയില്ല. തൊഴുതിട്ട് കൈ സാധനമൊക്കെ ഉണ്ട്. കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. ആന കുളിക്കട്ടെ, നമ്മൾ തൊഴാം. അല്ല ചെങ്ങന്നൂർ ചെങ്ങന്നൂർ അമ്പലം. ദിസ് ഈസ് മൈ ചെങ്ങന്നൂർ അമ്പലം. ആന പോകുന്നു. എനിക്കെൻ്റെ പോസ് ചെയ്താണ് വെച്ചാൽ കൊള്ളാം. നമുക്കെൻ്റെ പോസ് തൊഴിൽ. ഫുഡ് കഴിക്കട്ടെ. അവർ വന്നില്ല.
സോ ഗൈസ് ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഞങ്ങളുടെ ആൾക്കാരൊക്കെ വരും. സോ ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്, അവിടെ പോയി കഴിച്ചിട്ട് വരാം. വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ ടാറ്റോ, ബോൺ അപ്പറ്റീറ്റ്. ഗൈസ് ഇന്ത്യൻ കോഫി ഹൗസ് കഴിച്ചിട്ട് വരാം. ഇത് അർച്ചന ചേച്ചി യൂട്യൂബ് വരും കേട്ടോ. സോ ഗൈസ് അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസിൽ വന്നു, സാപ്പിട്ടിട്ടേ കൊള്ളാം. ഇനിയും എങ്ങോട്ടാണെന്ന് അറിഞ്ഞുകൂടാ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. കെട്ടുമുറുക്കണം, മല കയറണം. ഓക്കെ, ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ കേട്ടോ. മല കയറിന് ഇത്തിരി സമയം എടുക്കും. അതിൽ നിങ്ങൾ ക്ഷമയോടെ കാണുക. ഇത്രയും ലുല്ലു മോളിന് ഷവർമ മേടിച്ചിട്ട് ഇവിടെ കൊണ്ട് കഴിച്ചിട്ടേക്കുന്നു. എറണാകുളത്ത് നിന്ന് മേടിച്ചിട്ടേക്കുന്നു. പത്തനംതിട്ട ചെങ്ങനെ പത്തനംതിട്ടില്ല ആണെന്ന് തോന്നുന്നു. വണ്ടി ഓക്കെ, പാലപ്പള്ളി. ഓക്കെ ഗൈസ്, വ്ളോഗിൽ വന്നോന്ന് ചോദിച്ചു. ഇതാ വ്ളോഗിൽ എടുത്തിട്ടുണ്ട്. ഇനി വ്ളോഗിൽ വന്നില്ലെന്ന് പറയണ്ട. ഓക്കെ. സോ ഗൈസ്, ഞങ്ങളുടെ തൊഴുതു. ഞങ്ങളുടെ അപ്പൂപ്പങ്കാവ് എന്ന് പറയും. അവിടെ വന്നേക്കാൻ ഇതാണ് ഞങ്ങളുടെ അപ്പൂപ്പങ്കാവ്. സോ ഇവിടെ തൊഴുതു. കെട്ടുമുറുക്കിട്ട് വരാം. തേങ്ങയ്ക്ക് അവിടെ ചെന്ന് കെട്ടുമുറുക്കിട്ട് ഗൈസ് ആറന്മുളയമ്പലത്തി. അങ്ങനെ ഞങ്ങളുടെ ആറന്മുളയമ്പലത്തി. സോ ഇവിടെ നിന്നാണ് കെട്ടുമുറുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് തൊഴട്ടെ കെട്ടുമുറുക്കാം. അയ്യപ്പാ, ഫോക്കസ് അല്ലേ. അപ്പോൾ കാര്യത്തിൻ്റെ ഇവിടെ പെയിൻറ്റിനെ ആക്കുക, സീനില്ല. ഇവിടെ എൻ്റെ അമ്പലം ഞങ്ങളുടെ ഹൈ ബോസ് യൂട്യൂബിൽ വരും. അതെ, ഈ പ്രാവശ്യം മലയുടെ വ്ളോഗ് നമ്മളിടുക. ആദ്യമായിട്ട് ശബരിമലയുടെ ഹിസ്റ്ററി, ആദ്യമായിട്ട് ശബരിമല വ്ളോഗ് നമ്മുടെ വക. മെട്രോയിൽ ആദ്യത്തെ വ്ളോഗ് നമ്മുടെ ബോംബെ മെട്രോയിൽ. സോ അതിനുശേഷം ഇതും. സോ ഗൈസ്, നമ്മൾ അതിനുശേഷം ഇതും കൂടി, ഈ വ്ളോഗും കൂടി വരിക. ഇവിടെ ബോംബെ മെട്രോയിൽ ആദ്യത്തെ വ്ളോഗ് ചെയ്യുന്ന ഞാൻ. ഗൈസ് അവിടെ പിന്നെ കെട്ടുമുറുക്കുന്ന സ്ഥലത്തോട്ട് പോകുമ്പോൾ ഇവിടെ അയ്യപ്പൻ്റെ മണ്ഡല സ്ഥലത്തോട്ട് പോകണം. അപ്പോൾ അവിടെ കെട്ടുമുറുക്കിയിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ടീംസൊക്കെ വരുന്നുണ്ട് കെട്ടുമുറുക്കാനുള്ളത്. എന്നിട്ട് കെട്ടുമുറുക്കണം, പോകണം. കാറിനോട് എപ്പോൾ ഇറങ്ങുമെന്നൊന്നും എന്തായാലും ഇനി അപ്ഡേറ്റ് ആക്കാം. ഫോണിൻ്റെ ചാർജ് ചെയ്യുന്ന അപ്ഡേറ്റ് ആക്കാം. ഇതാണ് അമ്പലം, ഞങ്ങളുടെ പമ്പ. ഇവിടെ വെള്ളങ്ങൾ ഇറങ്ങുമ്പോൾ വെള്ളം കുറവാന്ന് തോന്നുന്നു. ഓക്കെ, കാലൊക്കെ കഴിയിട്ട് കെട്ട് കെട്ടാൻ പോയിട്ട്. ബൈ ഗൈസ്, ഇരുമുടി കെട്ടതിൻ്റെ പ്രോസസ്സ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ, അയ്യോ സ്വാമിയെ കാണിക്കാൻ പറ്റുമോ? അല്ല, ബാക്കിൽ നിൽക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ഗുരുസ്വാമി. 40ാമത്തെ വർഷം. ഹായ് പറയുന്നത് 41ാമത്തെ വർഷമാണ് ഗുരുസ്വാമി. ആണോ? മോശമല്ലേ? ബാക്കിൽ എൻ്റെ അയ്യർ സ്വാമി ഉണ്ട്, കണ്ടോ? അയ്യോ തിരിഞ്ഞു പോയി. ഇതാണ് ഗുരുസ്വാമി, മെയിൻ സ്വാമി. അവിടെ എന്തൊക്കെ ചെയ്യുന്നു? അയ്യോ ഗുരുസ്വാമി നോക്കി. ഓക്കെ, ഈ സ്വാമി, ഇത് വേറെ സ്വാമി, ഹൈ സ്വാമി. ഓക്കെ, തിരിഞ്ഞ. ഓക്കെ, ഇവിടെ നമ്മൾ പൂവൊക്കെ സെറ്റാക്കാൻ ഇപ്പിച്ചിരി ഞാൻ ഇരുമണി കിട്ടും. ഓ ഗൈസ്, ഞാൻ കെട്ടുമുറുക്കിട്ട് വരാം. കെട്ടുമുറുക്കുന്ന സാധനമൊക്കെ എടുത്തു മുറുക്കിട്ട് വരാം. ഗൈസ്, കെട്ടുമുറുക്കി ഇനി ബാക്കിയുള്ളവരാണ്. ഇറങ്ങിയിട്ട് സദ്യയുണ്ട്, സദ്യ വെച്ചിട്ട് പോകത്തുള്ളൂ. കെട്ടുമുറുക്കാൻ പോകും. നമ്മൾ സാധനം വണ്ടി കൊണ്ടുവച്ചു. ഓ ഗൈസ്, സദ്യ കഴിച്ചു. ആറന്മുള സദ്യ, വെള്ള സദ്യയല്ല, സദ്യ. എന്താ സാറ്റിസ്ഫാക്ഷൻ അറിയാം. അവസാനം 2 കൂട്ടം പായസവും കഴിച്ച്. ഔ, ലൈഫ് ടൈം. അത് സീനാണ്. നമ്മുടെ പായസം എന്ന് അറിയാമല്ലോ, കുറച്ച് സീനാണ്. ഇനി ഇച്ചിരി കഴിഞ്ഞിട്ട് പോകത്തുള്ളായിരിക്കും. ഇരിക്കാൻ കുറച്ച് നേരം ഇടയിൽ. അമ്മാ. ഓക്കെ ഗൈസ്, ബൈ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഞങ്ങളുടെ കൂടെ ഉള്ളൊരു ഞങ്ങളുടെ ഗുരുസ്വാമി 41 വർഷം. അപ്പോൾ അതിന് ഞങ്ങൾ ഇതായിട്ട് ആറന്മുള കണ്ണാടി കൊടുക്കാൻ പോവാം. എങ്ങനെയാ ഫേസിങ്? ഫോട്ടോ അല്ലേ, വീഡിയോ തക്കെ? വീഡിയോ. स्वामी शरण। देखो अपना शबरीमला पिलग्रिमेज का लास्ट लग गए
आरनमुड़ा। हर साल हम लोग आरनमुड़ा अपन का दर्शन करके हम लोग। और सेकेंडली अभी अपना गुरुस्वामी का सबको मालूम है, 41st शबरीमला ट्रिप है। ये अपना आप सभी लोग सभी लोग की तरफ से आरनमुड़ा कनाडी, ठीक है, ये भी गुरुस्वामी का हैप्पीनेस और लॉन्ग लाइफ और अच्छा हेल्थ के लिए प्रे करके मोर लीडिंग है ना। वी आर जस्ट प्रेजेंटिंग ऑन बिहाफ ऑफ यू। This is not the normal mirror. This is made out of metal. In memory of Swami, his widow, wife, presenting. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഇനിയും എരുമേലി പേട്ട തുള്ളിയോട്ടൊക്കെ ചെല്ലും. ടാറ്റ. അവിടെ ചെന്ന് കാണിച്ചു തരാം. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ എത്തി മണിസ്വാമി? എരുമേലി. നമ്മൾ എരുമേലിയിൽ പേട്ട തുള്ളാൻ പോകണം. ഫസ്റ്റ് ടൈം പേട്ട തുള്ളൽ. ഓക്കെ, നമ്മൾ തുള്ളിയിട്ട് വരാം. എന്താ സംഭവം കാണിച്ചാലല്ലേ? ഫോണിലൊന്നും കളർ വീടില്ലേ? ഓക്കെ ഗൈസ്, കാണിച്ചു തരാം. ഗൈസ്, നമ്മളിപ്പോൾ പേട്ടയ്ക്ക് കന്യമലയ്ക്ക് പോകുന്നവരെയാണ് നമ്മൾ ഒരുക്കി കളറിട്ട് സെറ്റാക്കും. മീൻസ് അവർക്കുള്ള സാധനം മേടിച്ചുകൊണ്ടിരിക്കുക. കാണാൻ കണ്ടോ? എല്ലാം എൻ്റെ ബോംബെയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇല്ലാതെ എല്ലാം കസിൻസും വരുന്നില്ല, ചിലതൊക്കെ കസിൻസ്. ഒരു ടീം അവിടുത്തെ കുറച്ച് മലയാളികൾ, കുറച്ച് കസിൻസ്, അങ്ങനെയൊക്കെയാണ്. അവരെന്നെയും കളർ ഇടുമെന്ന് പറഞ്ഞു. ഞാനതൊന്ന് മുങ്ങി നടക്കുവാണ്. ഓക്കെ, ബ്ലോക്ക് ഞങ്ങൾക്ക് കവറൊക്കെ ഞാനല്ലേ ഉള്ളൂ. പക്ഷേ എന്താ വലിയ വലിയ സമീമർ ടീംസ്. പറിക്കാനോ പെട്ടു. എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ആര്യം 31. 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇതെല്ലാവരെല്ലാം കാണും. ഇത് മണിസ്വാമി, ഇത് സുബിൻ സ്വാമി, ഇതെല്ലാം സ്വാമിമാർ. ഇത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പറഞ്ഞോ പറഞ്ഞോ, അത് വിഷയമില്ല, ലുക്ക സീനില്ല. പേട്ടതുള്ളലിന്റെ ഐതിഹ്യം എന്താണ്? ഓക്കെ, ഇതാണ് സന്തോഷം തിരിച്ചു വരും. അതിന് ഒട്ടും ശരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യും. സ്വാമി പറഞ്ഞിട്ട് അതായത് വരികയാണ് അയ്യപ്പൻ സന്തോഷത്തോടു കൂടി. അതിന്റെ സന്തോഷം കൊട്ടും മേളായിട്ട് ജയിച്ചു വരുന്ന സന്തോഷമാണ്. ഓക്കെ, കേട്ടല്ലോ കേട്ടല്ലോ. തെറ്റുണ്ടെങ്കിൽ സീനില്ല, തെറ്റുണ്ടെങ്കിൽ മണിസ്വാമി ഏറ്റെടുത്തോളൂ. വേറെ ചോദ്യം എന്ത്? വേറെ ചോദ്യം എന്താ? നമ്മളിപ്പം കിട്ടുന്ന വിഷനസ് ഇത് പേട്ടതുള്ളതാണ്. നമ്മൾ കെട്ടിയ വേഷം കാട്ടാളന്മാരുടെ വേഷമാണ്. അയ്യപ്പൻ ഒലിയുദ്ധത്തിന് പോയ വേഷമാണിത്, ഉദയനെ തോൽപ്പിക്കാൻ വേണ്ടി. അപ്പം കാട്ടാളന്മാരായിട്ട് വേഷം കെട്ടി ചപ്പും കാടും ഒക്കെ വെച്ചിട്ട് കാട്ടിനുള്ളിൽ ഒളിച്ച് നിന്ന് യുദ്ധം ചെയ്യാൻ പോകുന്നതാണ്. നമ്മളെ കണ്ട് നമ്മളെ തൂക്കി കളറടിക്കാൻ തൂക്കി. സ്വാമി എന്നെ തൂക്കി. എനിക്ക് സ്ഥലമൊന്നുമില്ല തൂക്കാൻ, സ്ഥലമില്ലേ കണ്ടുപിടിച്ച്. ഇത് ഞാൻ സ്ഥലം കാണിച്ചു തരാം. ഞാൻ ഇതിനു വേണ്ടി എല്ലാ കളറും കൊണ്ടുപോവാ. ഇവിടെ ഉണ്ട്, സ്ഥലമുണ്ട്. ഇല്ല, മാത്രമേ ഉള്ളൂ. എനിക്ക് മറ്റേ അലർജി ഉള്ളതാ. സോറി. इसका भी डालो ना।
കള്ളക്കളി. ഇപ്പൊ എന്ത് കോലം പോലും അറിയുന്നില്ല, പക്ഷെ അവരെന്നെ കോലൊക്കെ എടുത്തി. എനിക്ക് കണ്ടത്തോളം ഇതൊക്കെ ആയിരിക്കും എന്റെ കോലം തോന്നുന്നു. ആ നമ്മള് ക്യാമറ വേണം, പേടിക്കണ്ട. മാവരിപള്ളിയുടെ മാവരിപള്ളിയല്ലേ? അയ്യോ മാവരിപള്ളി ഇവിടെ. സോ അത് പോയി അതാ പേട്ട ശ്രീധർമ്മശാസ്ത്ര ടെമ്പിൾ. ഒന്ന് പോയി പേട്ട തുള്ളി ഇട്ട് തരാം. പേട്ടൊക്കെ തുള്ളി കഴിഞ്ഞു. ഇപ്പം തിരിച്ചില്ല ടു ശബരിമല. പമ്പ നിലയ്ക്കലിൽ ചെന്നിട്ട് പമ്പയ്ക്കുള്ള ബസ് കയറി. ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ അറിഞ്ഞൂടാ. നിലയ്ക്കലിൽ ചെന്നിട്ട് പമ്പയ്ക്കുള്ള ബസ് കയറും. ഓക്കെ. സ്വാമി ശരണം. നമ്മളങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇനിയും മെയിൻ സ്ഥലം ശബരിമല പോകാൻ തുടങ്ങുകയാണ്. ഓക്കെ. സോ ഗൈസ് നമ്മൾ വന്നിറങ്ങി നിലയ്ക്കൽ. സോ ഇവിടെ നിന്ന് ഇനിയും ബസ് പിടിക്കണം, പമ്പയിൽ ഇറങ്ങണം. ഗൈസ് പമ്പ എത്തി. നല്ല തിരക്കുണ്ട്. സബ് കുച്ച് തിരക്ക്, വിഷയമില്ല. നമ്മളിങ്ങനെയൊക്കെ മണ്ടയ്ക്ക് എത്തിയിട്ട് കാണിച്ചു തരാം. ഹായ് മണിസ്വാമി, എങ്ങനെയുണ്ട്? വളരെ മനോഹരം. വളരെ മനോഹരമായിട്ട് ഞങ്ങളിവിടെ ക്യൂവിലാണ്. ഞങ്ങളതുകൊണ്ട് മാറി എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നൊക്കെ സ്വാമി ശരണം അയ്യപ്പം വിചാരിക്കണം അല്ലേ? അതെ അതെ. അവസാനം നമ്മൾ എസ്കേപ്പായി. അത് വന്നിട്ട് ശാലം കോൺഫിഡൻഷ്യലാണ്, പറയാൻ പറ്റൂല. സോ നമ്മളങ്ങനെ എത്തി. ഇവിടെ നിന്ന് നടക്കട്ടെ. ഓക്കെ. ഞങ്ങൾ അയ്യർ സ്വാമിക്ക് ജ്യൂസ് മേടിക്കാൻ വന്നേക്കും അല്ലേ? അയ്യർ സ്വാമി ഞാൻ യൂട്യൂബിലിടും. ആ ബ്ലോഗറാ. നോക്കട്ടെ എല്ലാവരും അല്ലേ? അതെല്ലാവരും കണ്ടോ? നമ്മൾ ജ്യൂസ് കുടിക്കാൻ നിൽക്കുന്നുണ്ട്. കണ്ടോ? യൂട്യൂബിൽ ഇടും കേട്ടോ. ഞാൻ വ്ളോഗ് ചെയ്യുക. സേസ്വാമി യൂട്യൂബിൽ വരും. ശരിക്കും 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക്. അതാ എല്ലാവരും ഉണ്ട്. നമ്മൾ കുടിച്ചിട്ട് വരും. എനിക്ക് കാനന പാത. നമ്മളതിൻ്റെ ഇടയ്ക്ക് ഒരു റിഫ്രഷ്മെന്റ്. ഇങ്ങോട്ട് വരത്തില്ലെന്നോ വണ്ടി? വരുമോ? നമ്മളങ്ങനെ ഇതെന്ത് സ്ഥലമായിരുന്നു? ഇത് മരക്കൂട്ടം എത്തിയിരിക്കുന്നു. മരക്കൂട്ടം നമ്മളെ വിളിക്കാൻ നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർ വന്നു. സോ ഇനി അവരുടെ കൂടെ പോട്ടെ. സ്വാമിയേ അയ്യപ്പോ. ഗൈസ് നമുക്കിപ്പം ദൂരെ നോക്കിയാൽ മല കാണാം. തിരക്കെന്ന് വെച്ചാൽ മോനെ തിരക്ക്. നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് കുറച്ച് ഫീലിങ്സ് ഉണ്ട്. തിരക്കുണ്ടോ ഗൈസ്? അങ്ങനെ എത്തി ഗൈസ്. സീനില്ല. നമ്മളെത്തി. ഞാൻ കാണിച്ചു തരാം എവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന്. മറ്റേ സുരാജനെ നടന്നേടെ ഞാനിപ്പോൾ അങ്ങ് ഇങ്ങനെ നോക്കി എനിക്ക് 18ാം പടി കാണുമെന്ന് പറയത്തില്ലേ, അതുപോലെ കാണിച്ചു തരാം. ആൻഡ് ഹിയർ കംസ് 18ാം പടി. അതുകൊണ്ട് 18ാം പടി. ഓക്കെ. ആഴി
നമ്മൾക്കൂടാ സീഗോൾ മുമ്പിൽ ഗൈസ് തൊഴുതിട്ട് വരാം. ഗൈസ് തൊഴുതു. നീരുമടിക്കെട്ട് കൊണ്ട് ഇറക്കി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. ഞങ്ങളുടെ ബാക്കിയുള്ളവരെല്ലാം താഴെ ഇരിക്കുന്നേ ഉള്ളൂ. സോ ഞങ്ങളെ ആദ്യം വന്നുള്ളൂ. ഓക്കെ, ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ തൊഴുതു. ഇനി റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കീ മേടിക്കാൻ പോയേക്കാണ്. പോയി ഇരുമുടിയൊക്കെ അയക്കണം, ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് ബാക്കിയൊക്കെ തൊഴണം. എന്നിട്ട് ഞാൻ ഇറങ്ങും. ഇവരിറങ്ങത്തില്ല, ഇവർക്ക് പുഷ്പാഭിഷേകമൊക്കെ ഉണ്ട്. സോ ഞാൻ ഇറങ്ങി നിൽക്കുന്ന നാളെ ഓഫീസിൽ പോകണം. ഓക്കെ, നാളെയാണ്. നാളെ ഇന്ന് പുതിയ ഇതില്ല. ഞങ്ങൾ 3 മണിക്ക് കറക്റ്റ് നല്ല കിഡായിട്ട് എഴുതും പ്ലീസ്. കൊള്ളാം, അതൊന്നും കാണിക്കാൻ പറ്റുന്നുണ്ട്, കാണിക്കാത്ത കേട്ടോ. നെക്സ്റ്റ് ടൈം കാണിക്കാൻ പറ്റില്ലല്ലോ. ശരിയാ, ഇതെന്ത് ഇങ്ങനെ ഒന്നും മാറിയിരിക്കുന്നു. എനിവേ ബൈ ബൈ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഹായ് ഗൈസ്, നമ്മൾ വീണ്ടും വന്നു. സോ നമ്മളിപ്പം അഭിഷേകം നടത്താൻ പോവാണ്. അപ്പോൾ അതിൻ്റെ നെയ്യഭിഷേകത്തിന് നമുക്ക് പാസ് ഉണ്ടാകത്ത് കയറാൻ. അപ്പോൾ അവിടെ പോയി നെയ്യഭിഷേകം നടത്തിയിട്ട് വരാം, അത് കാണിച്ചു തരാം. പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല, ഞാൻ പോകുന്നത് കാണിക്കാം. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് നമ്മൾ റൂം എടുത്ത്, ശബരി എന്ന് പറയുന്ന റൂം. അപ്പോൾ അവിടെ പോട്ടെ. ഇപ്പം നമ്മൾ നെയ്യൊക്കെ വന്ന് പൊട്ടിച്ചെടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനിയും കുറേ നമ്മുടെ ടീമിലെ കുറേ പേര് വരാനുണ്ട്. വന്നവരുടെയൊക്കെ വെച്ച് പൊട്ടിച്ചിട്ട് പോവുക. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ? ഇവിടെ നല്ല തിരക്കാണ് ഗൈസ്. ഈ മകരവിളക്കിൻ്റെ ഞാൻ തോന്നുന്നു ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ നല്ല ഇമാതിരി തിരക്ക്. ഗൈസ് പോയിട്ട് വരാം. ഗൈസ് കഴിഞ്ഞു, പ്രസാദം കിട്ടി. ഫസ്റ്റ് ടൈം അഷ്ടാഭിഷേകം നമ്മൾ ചെയ്തു. നെയ്യഭിഷേകം അഷ്ടാഭിഷേകം ചെയ്തു. നെയ്യഭിഷേകം വേറെ ടീം ചെയ്തു. കൊള്ളാം, അഷ്ടാഭിഷേകം കൊള്ളാം. 8 കൂട്ടം സംബന്ധിച്ചുള്ള അഭിഷേകം ഗുഡ്. എന്തെങ്കിലും കാണിച്ചു തരാം ഗൈസ്. ഇതാണ് അയ്യപ്പൻ്റെ പൂങ്കാവനം പറഞ്ഞപ്പോൾ സെറ്റാക്കി. ഇവിടെയാണ് പൂജയ്ക്കുള്ള പൂവെല്ലാം എടുക്കുന്നത്. കണ്ടോ, എല്ലാം കാണാമെന്ന് അറിഞ്ഞൂടാ, എല്ലാം കാണിച്ചു തരാം. ഇപ്പം ഫുഡ് കഴിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇനി കുറച്ച് അപ്പം അരമണിയൊക്കെ മേടിക്കാനുണ്ട്. അയ്യോ, നമ്മുടെ കൊള്ളാം, സീനില്ല. ഇപ്പം ഓഫീസിൽ കയറി കുറച്ച് അപ്പം, അരമണി അപ്പമൊക്കെ ഓർഡറുണ്ട്, അത് കൊടുക്കണം. സോ കൊടുത്തിട്ട് വരാം. ടാറ്റാ. മേടിച്ചിട്ട് വരാം. ടാറ്റാ. ഹായ് ഗൈസ്, ഒന്ന് ഉറങ്ങി എണിച്ചു, ഇന്ന് റെഡിയായി സെറ്റായി. മാളികപ്പുറം തൊഴാൻ പോകണം. ഞാൻ ഒറ്റയ്ക്ക്. പക്ഷെ എനിക്ക് ഇറങ്ങുന്നതുകൊണ്ട് ഞാൻ പോയി തൊഴുതിട്ട് വരാം. എൻ്റെ കെട്ട് പോയി എടുക്കണം. സോ കെട്ടെടുത്ത് തൊഴുതിട്ട് വരാം. ഓക്കെ, മാളികപ്പുറം കാണിച്ചു തരാം. ടാറ്റാ. ഗൈസ്, ഇതാണ് മാളികപ്പുറം. മാളികപ്പുറം എത്തി. ഇവിടെ എൻട്രി. ഇതാണ് അമ്പലം. അവിടെ കുറേ മണിമണ്ഡപം അങ്ങനെയൊക്കെ ഉണ്ട്. സോ ഇവിടെയൊക്കെ തൊഴുതിട്ട് വരാം. ടാറ്റാ. സോ ഗൈസ്, അവിടെ എല്ലാം തൊഴുതു, പ്രാർത്ഥിച്ചു. ഇനി ഞാൻ ഇറങ്ങുക. നമ്മുടെ ടീമിൻ്റെ പ്രസാദം മേടിച്ചിട്ട് ഞാൻ ഇറങ്ങുക. സോ ഇനിയും പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. അപ്പം ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള കുറേ വീഡിയോസൊക്കെ വരാം, വ്ളോഗ് ഇടാം. ഓരോ സ്ഥലം ഇങ്ങനെ എക്സ്പ്ലോർ ആക്കി കാണിച്ചാൽ. ടാറ്റാ, ബൈ ബൈ. പോയില്ല.